4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്ന എ ബി സി ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഈ സർക്കിളിലെ 3 പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞ വിത്ത് സെന്റർ നമുക്ക് ഒ എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന ആംഗിൾ എന്താ? ഒ എ സി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഒ സി എ ആണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ബി സി. എ ബി സിയിലെ ഈ ആംഗിൾ ബി കണ്ടുപിടിക്കണം, ആംഗിൾ എ ബി സി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി. ഈ എ സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ മക്കളെ, ഈ ആംഗിൾ എ എന്ന് പറയണ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഫസ്റ്റ് ആംഗിൾ ഒ സി എ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണെന്ന് നോക്കിയേ, ഈ ഒ എ ഈക്വൽ ടു ഒ സി അല്ലേ? കാരണം ഈ ഒ എന്ന് പറഞ്ഞ സെന്റർ ഓഫ് സർക്കിൾ ആണ്, ഒ എ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, ഒ സി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. രണ്ട് റേഡിയസും ഒരു സർക്കിളിന്റെ ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ എ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു റേഡിയൈ ആണ് അല്ലെ? റേഡിയസ് ഓഫ് എ സർക്കിൾ ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിളാ? ഐസോസലസ് ട്രയാങ്കിളാ. അങ്ങനെയാണെങ്കിൽ ഐസോസലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 30 ആയിരിക്കും. കാരണം ഈ എ ഒ സി എന്ന് പറയുന്നത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് സൈഡും എന്താണ്? റേഡിയസ് ആണ്, ഈക്വൽ ആണ്. അപ്പൊ ഒ എ സി എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം നമുക്ക്? ഒ എ സി ഈസ് എ ഐസോസലസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഈസ് ഐസോസലസ് ട്രയാങ്കിൾ. ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ബേസ് ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ therefore ആംഗിൾ ഒ സി എ ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പൊ മൊത്തം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് 30 ആണ് നമുക്ക് തന്നേക്കണത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 മൈനസ് 30 എത്ര? 60. അപ്പൊ 30 60 വരും. ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടി. അപ്പൊ 30 60 ടോട്ടൽ എത്രയെന്ന് കുറയ്ക്കണം? 180 എന്ന് കുറയ്ക്കണം. അപ്പൊ 180 60 കുറച്ച ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആയി. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നേക്കണ ഈ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഈ ആർക്കിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്ക്, ഇതിന്റെ എ സി എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ്, ഈ എ സി എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരുന്ന ആംഗിൾ അല്ലേ ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണോ നമ്മൾ പഠിച്ചേക്കണേ? ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ ആംഗിൾ എ ഒ സി. അപ്പൊ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 120ന്റെ പകുതി 60 ഡിഗ്രി വരും. അപ്പൊ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞ മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രിയുടെ പകുതി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എ സിയും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് എ സി കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയ മക്കളെ, ഈ ആംഗിൾ 120 ആണെങ്കിൽ ഇവിടെ നമുക്ക് 60 കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ എ ബി ഈക്വൽ ടു എ സി അല്ലേ? എ ബി ഈക്വൽ ടു ബി സി ആണ്. കാരണം ഈ രണ്ട് സൈഡും 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആവണം. ഈക്വൽ ആകണമെങ്കിൽ ഈ ആംഗിൾ എത്ര? 60 ഡിഗ്രി അല്ലേ? ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എത്രയായിരിക്കും? ഈ ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പൊ 180യിൽ നിന്ന് 60 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 വരും. അതായത് 180 മൈനസ് 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി വരും. ഇനി 120 ഡിഗ്രി ആണെങ്കിൽ ഈ ഓരോ ആംഗിൾ എത്രയായിരിക്കും? നേരെ അതിന്റെ പകുതി ആയിരിക്കും, 60 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പൊ ഈ ആംഗിൾ മൊത്തത്തിൽ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി സി എന്ന് പറയുന്നതും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിൾ എ എന്ന് പറയുന്നതും അതായത് ആംഗിൾ ബി എ സി, ഈ ബി എ സിയും ആംഗിൾ ബി സി എയും ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ
ആംഗിൾ മൊത്തത്തിൽ 60ആണ്, ഈ ആംഗിൾ മൊത്തത്തിൽ 60ആണ്, ഈ ആംഗിൾ 60ആണെങ്കിൽ ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്തായിരിക്കും ഇക്വലാട്രൽ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്ത് കിട്ടി? ദാറ്റ് ഇസ് ആൻ ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാട്രൽ ട്രയാങ്കിൾ. ഇക്വലാട്രൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 3 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഈ എ സി എന്ന് പറയുന്ന സൈഡും ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ലെങ്ത് ഓഫ് എ സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ വരുന്ന ഒരു ഇക്വേഷൻ ആണിത്. സെൻട്രൽ ആംഗിളും നമ്മുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളും ഹാഫ് ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റുകൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഓരോന്നോരോന്ന് കൊടുത്തു വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ആവും.